ശ്രീ മിഥുൻ വിജയകുമാർ ഈ സ്ലീപ്പർ സെല്ലുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിലും ഉണ്ട് എന്നുള്ള രീതിയിലാണ് എൻഐയുടെ അന്വേഷണം പോകുന്നത്. ഇതിപ്പോൾ തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറായി നിൽക്കുന്ന ഈ ഘട്ടത്തിലും ഈ സ്ലീപ്പർ സെല്ലുകൾ പല രീതിയിലും പ്രവർത്തിച്ച് പാകിസ്ഥാൻ അനുകൂല നിലപാടിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. താങ്കളും അതിനോട് യോജിക്കുകയാണോ? നോക്കൂ, ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ഇന്റലിജൻസ്, അവർ അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത്. അപ്പൊ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെങ്കിൽ അവർ കണ്ടെത്തും, അതിനു വേണ്ടിയിട്ടുള്ള നടപടി അവർ സ്വീകരിക്കും. നമുക്കൊരു പക്ഷേ അതിനെക്കുറിച്ച് പ്രഡിക്ട് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഇപ്പോൾ ഇല്ല. ബട്ട് ഇവിടെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ചില ശക്തികൾ, ഇപ്പം സേനാപതി വേണു പറഞ്ഞു അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു ഇതിനു മുമ്പ്. സോ ഞാൻ അഖ്നൂറിലാണ് ആക്ച്വലി പഠിച്ചത്. എന്റെ സ്കൂളിംഗ് ഒക്കെ അഖ്നൂറിലാണ് കഴിഞ്ഞത്. അഖ്നൂറിൽ നടന്നിട്ടുള്ള പല അറ്റാക്സും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ആർമിയുടെ ഒരു EME ക്യാമ്പ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഞങ്ങളുടെ ഒരു ഹാഫ് ഇയർലി എക്സാമിന്റെ സമയത്താണ്. രാവിലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഗൺ ഷോട്ട്സ് കേൾക്കുന്നത്. എന്റെ അച്ഛൻ കാർഗിൽ വാറിൽ പങ്കെടുത്ത ആളാണ്. ഉറി സെക്ടറിലും ബാരാമുള്ളയിലൊക്കെ സെർവ് ചെയ്തതാണ്. ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ പരാക്രമിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ അന്നത്തെ മിലിറ്ററി കേപ്പബിലിറ്റി അല്ല ഇപ്പോഴത്തെ മിലിറ്ററി കേപ്പബിലിറ്റി. അദ്ദേഹം പറഞ്ഞത് ഈ എന്താ പറയുക, ആർമിയുടെ മൂവ്മെന്റ് അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെയധികം മിലിറ്ററി ആൻഡ് ഡിഫൻസ് കേപ്പബിലിറ്റിയിൽ പാകിസ്ഥാനെക്കാട്ടും ഒരുപാട് പടി മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം നമ്മുടെ മിലിറ്ററി കേപ്പബിലിറ്റീസിനൊന്നും നമുക്ക് ആർക്കും ഇവിടെ സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ അകത്തുനിന്ന് വരുന്ന ചില ശബ്ദങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് രാജ്യത്തോടൊപ്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ സൈഫുദ്ദീൻ സോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുൻ മന്ത്രിയും ജമ്മു കാശ്മീരിൽ നിന്നുള്ള MP-യുമായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന്. എന്തുകൊണ്ട് പാകിസ്ഥാനെ വിശ്വസിച്ചുകൂടാ എന്നാണ് സൈഫുദ്ദീൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിജയ് വടത്തിവാർ, അദ്ദേഹം MLA ആണ്, ഈ പറഞ്ഞ പോലെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു കോൺഗ്രസിന്റെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്ര സമയം കൊണ്ട് ഇവിടെ വന്ന് മതമൊക്കെ വെരിഫൈ ചെയ്ത്, അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് എങ്ങനെയാണ് മതമൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുക, ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മുടെ കേരള കോൺഗ്രസിന്റെ ഒരു പോസ്റ്റാണ് പാകിസ്ഥാനിലെ പല പ്രമുഖരും ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഫവാദ് ഹുസൈൻ ചൗധരി എന്ന് പറയുന്ന ഒരു അവരുടെ മിനിസ്റ്റർ തന്നെ നമ്മുടെ കേരള കോൺഗ്രസിന്റെ പോസ്റ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ എന്താ പറയുക ഡിഫൻസ് എടുക്കുന്നത്. അപ്പം അവർക്ക് ഡിഫൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് ഡിഫൻസ് എടുക്കാനുള്ള മെറ്റീരിയൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിന്റെ പല ആളുകളും സപ്ലൈ ചെയ്യുന്നു. അപ്പം എന്താ പറയുക, വളരെ സർഫേസ് ലെവലിൽ ഞങ്ങൾ എന്താ പറയുക രാജ്യത്തോടൊപ്പം നിൽക്കുന്നു, ഞങ്ങളുടെ പൊസിഷൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് ഇവരുടെ പല അക്കൗണ്ടുകളിൽ നിന്നും പാകിസ്ഥാന് വേണ്ട മെറ്റീരിയൽ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കരുത് എന്നൊരു ചെറിയ അപേക്ഷ എനിക്ക് കോൺഗ്രസിനോടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ പാകിസ്ഥാനെ നമ്മൾ നേരിടുന്നത് ഒരു സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റിയിലൂടെയാണ്. കാരണം അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇപ്പൊ പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ സൈലൻസ് അവർക്ക് ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റീസ്, അവരുടെ മിലിറ്ററി റിസോഴ്സസ്, അവരുടെ ഈ പറഞ്ഞ പോലെ ഫുള്ളി ഡ്രെയിൻ ഔട്ട് ആവുകയാണ് അവർ. എന്താ ഇന്ത്യ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു അൺസർട്ടനിറ്റി അവരെ ഒരു കോൺസ്റ്റന്റ് അലേർട്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സൈലൻസ്, നമ്മുടെ സൈലൻസ് അവർക്ക് മേലൊരു സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ മിലിറ്ററി പ്ലാനേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അറിയില്ല എന്താ ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്ത്യ ബാലാക്കോട്ട് നടത്തിയിട്ടുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ സർപ്രൈസ് റിറ്റാലിയേഷൻ നമ്മൾ നടത്തിയ ഒരു ചരിത്രം നമുക്കുണ്ട്. ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന പ്രഡിക്ഷൻ മാത്രമാണ് അവർക്കിപ്പം നടത്താൻ പറ്റുന്നത്. അത് അവർക്ക് ഉണ്ടാക്കുന്ന നഷ്ടം തന്നെ വളരെ വലുതാണ്. കാരണം അത് അവരുടെ മിലിറ്ററി റിസോഴ്സിനെ ഭയങ്കരമായിട്ട് ട്രെയിൻ ഔട്ട് ചെയ്യാണ്. കാരണം അവർ പല എന്താ പറയുക ഏരിയാസിലും സ്ട്രാറ്റജിക് റീപൊസിഷനിങ് നടത്തുന്നുണ്ട്, പല എന്താ പറയുക ടെസ്റ്റുകളും നടത്തുന്നുണ്ട്, പല ഏരിയാസും വെക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും ഇന്ത്യ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇന്ത്യ എപ്പോൾ സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. പിന്നെ ഇതിന്റെ ഒരു ഗ്ലോബൽ ഒപ്റ്റിക്സും വലുതാണ്. കാരണം ഇന്ത്യ പൊസിഷൻ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ഫോഴ്സ് ആയിട്ടാണ്. നേരെ മറിച്ച് പാകിസ്ഥാന്റെ ഒരു ഗ്ലോബൽ പൊസിഷൻ ഇപ്പോൾ വളരെ പാനിക്ഡ് ആയിട്ട്, വളരെ അഗ്രസീവ് ആയിട്ട് പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സ് അവർ പറഞ്ഞത്. തുടക്കത്തിൽ ഖ്വാജ ആസിഫ് പറഞ്ഞ, താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ വളരെ അഗ്രസീവ് ആയിട്ട് ഇവിടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അവർ റദ്ദാക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും, രക്തപ്പുഴകൾ ഒഴുകും എന്ന് പറഞ്ഞ ഖ്വാജ ആസിഫ് ഇപ്പൊ പറയുന്നത് അള്ളാഹു ഒരു യുദ്ധം ഒഴിവാക്കട്ടെ എന്ന സ്വരത്തിലേക്കൊക്കെ അദ്ദേഹം മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെ അതേസമയം പാകിസ്ഥാനിൽ ഉള്ളിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഇന്ത്യയുടെ ഈ ഒരു സൈലൻസ് ആണ് പാകിസ്ഥാനെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. കാരണം അവരുടെ തന്നെ നേതാക്കൾ ഖ്വാജ ആസിഫിനെ പോലുള്ള, ബിലാവൽ ഭൂട്ടോവിനെ പോലുള്ള ആളുകൾ സമ്മതിച്ചു കഴിഞ്ഞു നമ്മൾ ഒരു സമയത്ത് തീവ്രവാദത്തിന്റെ സ്പോൺസറേഴ്സ് ആയിരുന്നു, അതായത് വെസ്റ്റിനുള്ള സബ് കോൺട്രാക്ടേഴ്സ് ആയിരുന്നു എന്ന രീതിയിലാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. ബിലാവൽ ഭൂട്ടോ പറഞ്ഞു നമുക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ അവരവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളും ഇതിനൊക്കെ കുറിച്ച് ഇങ്ങനെ സമ്മതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് മേൽ ഒരു വലിയ ഒരു ഫിനാൻഷ്യൽ സാങ്ഷനിങ്ങും അല്ലെങ്കിൽ ഗ്ലോബൽ പവേഴ്സ് ഇവരെ നോക്കിക്കാണുന്ന രീതിയും ഒക്കെ മാറാൻ പോവുകയാണ്. അപ്പം ഓൾറെഡി ഇന്ത്യ ഒരു പ്രഷർ അവിടെ ഇട്ട് കഴിഞ്ഞു ഡിപ്ലോമാറ്റിക്കലി. അത് ഒരു എക്കണോമിക് പ്രഷറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിലിറ്ററി റെസ്പോൺസ് എന്താണെന്ന് ഇപ്പൊ അറിയില്ല. അത്ര മാത്രമേ അവിടെ ഈ ഒരു സമയത്തുള്ളൂ.
മാത്രമല്ല അവരുടെ ഡിഫൻസ് കേപ്പബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരിപ്പോ എന്താ പറയുക, അവരുടെ അബ്ദാലി 1 മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ ഇപ്പൊ ടെസ്റ്റ് ചെയ്തു. പക്ഷെ അബ്ദാലി 1-നെ കുറിച്ച് അവരുടെ തന്നെ ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അതിന്റെ ഒരു ഈ അക്യൂറസി മെഷർമെന്റ് ബേസിക്കലി സർക്കുലർ എറർ പ്രോബബിൾ എന്നൊരു മെട്രിക് വെച്ചുകൊണ്ടാണ് ചെയ്യുക. അതിൽ പലപ്പോഴും ഡിഫൻസ് എക്സ്പേർട്സ് തന്നെ പറഞ്ഞത് ഇതിനൊരു എന്താ പറയുക പ്രിസിഷൻ ഡ്രിവൻ വാർഫെയർ എൻവയൺമെന്റിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു മിസൈലാണ് എന്ന് പലരുടെ അഭിപ്രായമുണ്ട്. അപ്പൊ അവരിപ്പം മിസൈൽ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ടെ പോലും അതൊരു പക്ഷേ അവരുടെ എന്താ പറയുക എക്യുപ്മെന്റ്സും ഈ വാർഫെയർ അമ്യൂണിഷൻ ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാണോ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അപ്പൊ പാകിസ്ഥാൻ ആസ് സച്ച് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാനോ അല്ലെ ഇന്ത്യയോട് റെസിസ്റ്റ് ചെയ്യാൻ പോലുള്ള ഒരു സ്ട്രെങ്ത് പാകിസ്ഥാനില്ല. കാരണം ഫിനാൻഷ്യലി അവർ വളരെ തകർന്നിരിക്കുന്ന, എക്കണോമിക്കലി അവർ വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലെ എയ്ഡ്സിലൂടെ മാത്രം എന്താ പറയുക ഫിനാൻഷ്യൽ എയ്ഡിലൂടെ മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ലോൺ എടുത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ പോകാൻ പോകുന്നത്. അപ്പൊ ഒരിക്കലും പാകിസ്ഥാന്റെ ഒരു പൊസിഷൻ ഇപ്പോഴത്തെ ശരി, ഇന്ത്യ ആക്രമിക്കരുത് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. പക്ഷേ വാക്കുകൾ കൊണ്ട് അവര് ഞങ്ങൾക്കും ഇന്ത്യയോടൊപ്പം ശക്തിയുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചില കസർത്തുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ വേണുഗോപാൽ, എന്താണ് ഈ ബാലിസ്റ്റിക് മിസൈൽ